ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? വർക്ക് സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോള് ചെയ്യണ ചില കാര്യങ്ങൾ അതാണ് കേട്ടോ പറയണേ. ഇപ്പോൾ പിള്ളേർക്കൊക്കെ ഉണ്ടല്ലോ ഒരു ഭയങ്കര വർക്കല്ലേ, ഹെവി വർക്കാണിപ്പോൾ കമ്പനികളിലൊക്കെ. അപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ അവർ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വീക്കെൻഡിൽ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ. അപ്പോൾ ചില ആളുകൾ ഔട്ടിങ്ങിന് പോകും, പിന്നെ കുക്ക് ചെയ്യും. എൻ്റെ കസിൻ്റെ മോളെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ച ഇഷ്ടപ്പെട്ട വിഭവങ്ങളെല്ലാം തന്നെ കുക്ക് ചെയ്ത് കഴിക്കും. വെറൈറ്റി ഫുഡൊക്കെ കുക്ക് ചെയ്ത് അങ്ങനെയാണ് റിലാക്സ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ മോൾ ചെയ്യുന്ന കാര്യമായിട്ടാണ് ഞാനിപ്പോൾ അവിടെ പറയാൻ പോണത്. എൻ്റെ മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻവിക്കുട്ടിയുടെ അമ്മ. അത് ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായനയാണ് കേട്ടോ. വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഓരോ ബുക്കുകൾ അത് ശനിയാഴ്ച എല്ലാ ശനിയാഴ്ച ദിവസവും ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെ വായിക്കും കേട്ടോ. മസ്റ്റായിട്ടും ഇതൊക്കെ വായിക്കും. അങ്ങനെ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ബുക്കുകളാണിതൊക്കെ. പിന്നെ ഈ ഒരുപാട് ഇതൊന്നും ഇത്രയൊന്നും അല്ല കേട്ടോ, ഒരുപാട് ബുക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ നാട്ടിലിരിക്കുവാണ്. അങ്ങനത്തെ വായിച്ചു കഴിഞ്ഞതൊക്കെ നാട്ടിൽ വെച്ചിട്ട് വന്നിരിക്കുക. ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെ വായിക്കും. പിന്നെ ചെയ്യുന്നത് ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ആണ് കേട്ടോ. അത് ഇങ്ങനത്തെ ഒരു ഫയലിൽ വരച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഫയലിൽ സൂക്ഷിച്ച് വെച്ചേക്കണം. അത് ഓരോന്നും ഞാനെടുത്ത് കാണിക്കാം. അപ്പോൾ അതിന് മുൻപ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻവിക്കുട്ടിയുടെ പെയിൻറ്റിങ് ആണ് കേട്ടോ. ഇത് പെയിൻ്റൊക്കെ ചെയ്യാറുണ്ട്. നമ്മളിവിടെ ഡ്രോയിങ് ബുക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കും, അപ്പോൾ പെയിൻ്റൊക്കെ ചെയ്യുമല്ലോ. ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഒരു ചിൽഡ്രൻ ഹോസ്പിറ്റലിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൻ്റെ അവർ വന്നിരുന്നു. അപ്പോൾ കുട്ടികളെ എല്ലാവരെയും ഇങ്ങനെ അവർ തന്നെ കൊടുക്കും. ഇതൊക്കെ ഈ പെയിൻറ്റിങ് ഈ വരച്ചതൊക്കെ ഇത് കളേഴ്സ് അവർ കൊടുക്കും. അപ്പോൾ കുട്ടികളിത് പെയിൻറ്റ് ചെയ്യണം. നല്ല ഭംഗിയിൽ പെയിൻറ്റ് ചെയ്യുന്ന പിള്ളേരൊക്കെ ഉണ്ട്. സാൻവിക്കുട്ടി ഇത്ര കേട്ടാ പെയിൻറ്റ് ചെയ്തുള്ളൂ. പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റും മെഡലും കൊടുക്കും കേട്ടോ. അങ്ങനെ സാൻവിക്കുട്ടിക്ക് 3-ാം വയസ്സിൽ ഒരു മെഡൽ കിട്ടിയിട്ടാ. ഇതിൻ്റെ ഫോട്ടോ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഒരു വലിയ കാര്യമാണ്. വലിയ കാര്യമായിട്ട് ഇത് കൊണ്ട് കഴുത്തി തന്നെ ഇട്ടുകൊണ്ട് നടക്കുകയായിരുന്നു ഊരാതെ. പിന്നെ ഇത് എൻ്റെ മോള് വരച്ചത്. ഇത് വരച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് കൂടുതലുള്ള സമയത്ത് ഒക്കെ ഡേയിലും വർക്കുള്ള സമയത്തും വൈകുന്നേരം രാത്രിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇരുന്ന് ഇത്തിരിയൊക്കെ വരയ്ക്കാറുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് കൂടുതലുള്ളപ്പോഴും അതുപോലെ ഭയങ്കര സ്ട്രെസ്സുള്ള സമയത്ത്. അപ്പം ഞാൻ പറയും ചന്ദനമഴയിലെ അമൃതയെ പോലെയാണെന്ന്. ചന്ദനമഴയിലെ അമൃത ആരെങ്കിലും ചീത്ത പറയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമമുള്ളപ്പോഴൊക്കെ ഓടിപ്പോയി പടം വരയ്ക്കണ കാണാറുണ്ടല്ലോ. കരഞ്ഞുകൊണ്ട്. അത് കരഞ്ഞുകൊണ്ടൊന്നും അല്ല കേട്ടോ, കരഞ്ഞുകൊണ്ടത് വരയ്ക്കാറില്ല. അന്ന് ഞാൻ കളിയാക്കും. അപ്പോൾ അത് ആ ഒരു പിക്ചറൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. എന്താ ഇതെന്താന്ന് പറഞ്ഞ് ഇതെന്താ ഇത്? ഐ ലവ് യു. ഇതെന്താ? ഇതെന്താ? ഇതാര്? ചേച്ചി. ഇതാ? ഇതാരാ? അമ്മ. ഇതാ? അമ്മ. ഇതെന്താ? ഇത് ഇങ്ങനെ തന്നെയല്ലേ? റെയിൻബോ. ഇതാ? ഓ, ഇതിങ്ങനെയാണ്. ഇങ്ങനെയല്ലേ? സ്റ്റാറില്ല, സൺ. ഇതാ? റെയിൻബോ അല്ലേ? ഇതാരാ? അമ്മൂമ്മ. ഈ അമ്മ വരച്ചത് അല്ലേ? ഇതാ? എന്തെന്ന്?
എന്തെന്നാ പറയണേ? ഇതെന്താ? ഇതാരാ? ആ ചേച്ചി. മറക്കേ അമ്മയുടെ പടങ്ങളൊക്കെ കാണിച്ചെടുക്ക്. ആ ആ ഒന്ന് സൂം ഔട്ട് ചെയ്യട്ടെ അവളെയും കൂടി കിട്ടുന്ന രീതിക്ക്. ഇതാരാ? മുത്തച്ഛൻ. ബേഡ്. ഇതാരാ? ഇതാരാ? ഇതാരാന്ന് പറ. ആ ആ ആരാ? അച്ചാച്ചൻ. പറഞ്ഞേ. കാക്കയ? കാക്കയല്ല ഇത്. ഡോൾഫിൻ. ഡോൾഫിൻ അല്ലേ ഇത്? ഡോൾഫിൻ. അത് ഇത് രണ്ടെണ്ണം വരച്ചത് എന്താണെന്നാ, മുകളിലത്തെ വരച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും എന്നെ കളിയാക്കി എന്ത് ചെമ്മീൻ ചാടും. അപ്പൊ ഞാൻ ഒന്നുകൂടി അപ്പുറത്തെ ഇതൊക്കെ കാണിച്ചേ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു പടമാണ്. ഒക്കെ കണ്ട കഴിഞ്ഞ ഇത്ര ഉള്ള അതേ ഇല്ലില്ല കഴിഞ്ഞില്ല. മാറി ഇങ്ങനെ മൈക്കല്ല. അയ്യോ അവിടെ ഇല്ല, ഒന്നുമില്ല അവിടെ ഒന്നുമില്ല. അതേ പീക്കോക്ക് അമ്മൂമ്മ പീക്കോക്കിനെ കാണിച്ചു തരാം. കണ്ട പീക്കോക്ക്. ഇത് വരച്ച് മുഴുവനായില്ല. ഇത് സാൻവികയുടെ അമ്മാവനാണ്, സാൻവിക്കുട്ടിയുടെ അമ്മാവൻ. ഇത് പിന്നെ ഇതും മറന്നുപോയി. ഇതൊക്കെ സാൻവിക്കുട്ടി വേഗം മറിച്ചപ്പോഴേ അതിൻ്റെ ഇടയിൽ പെട്ടുപോയത്. അതൊക്കെ ഇത് ഞാനും സാൻവിക്കുട്ടിയുടെ അമ്മയും, ഞാനും എൻ്റെ മോളും. ഇത് സാൻവിക്കുട്ടിയുടെ ഡാഡി. ഇതാരാ? ഡാഡി. ഇതോ? ചേച്ചിയോ? അമ്മ. ഇതാരാ? അപ്പോൾ അത് മുഖം ക്ലിയർ അല്ലാത്തതാണ്. അതിൻ്റെ ഇച്ചിരി വ്യത്യാസമുണ്ട്, അതാണ് മനസ്സിലാവാത്തത്. അതെ ഇതാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറിമണിത്തിരി അമ്മമ്മ കാണിക്കട്ടെ. കണ്ട അങ്ങനെ മിടിക്ക്. അയ്യോ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അയ്യോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊക്കെ ഞാൻ ഫ്രെയിം ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക. ഇഷ്ടപ്പെട്ട കുറച്ച് എടുത്തിട്ട് അതുപോലെ ഇതും അതെ കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായതാട്ടാ. കാണുന്നുണ്ടോ? അതെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞത് ഇത് ഇങ്ങനെയുള്ള കുറച്ച്, പിന്നെ വേറെ ഉണ്ട്, കുറച്ചും കൂടി ഉണ്ട്. അതെ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പം അങ്ങനെയുള്ള 3 ആദ്യം ഫ്രെയിം ചെയ്യും. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഫ്രെയിം ചെയ്തിട്ട് ഭംഗിയുണ്ടോ എന്നൊക്കെ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ മറ്റുള്ളതും ചെയ്യാമല്ലോ. എന്നിട്ട് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അത് ഈ സാൻവിക്കുട്ടിയുടെ ഈ പിക്ചറും കൂടി ഞാൻ ഫ്രെയിം ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. എന്താണെന്നറിയോ? അത് സാൻവിക്കുട്ടിക്ക് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഭയങ്കര ഒത്തിരി കൂടി വലുതാകുമ്പോഴേ ആദ്യമായിട്ട് വരച്ചതാണ് എന്നൊക്കെ കാണിക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ അത് ഫ്രണ്ട് റൂമിൽ തന്നെ വെക്കുവാണെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ ചോദിക്കില്ല ഇത് ആര് വരച്ചതാന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മക്കൾ വരച്ചതാന്ന് പറയാമല്ലോ. അപ്പോൾ അത് കാരണം അത് നമുക്കും ഒരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ ഫ്രെയിം ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ കണ്ടതിൽ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഈ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം വരാം. സാൻവിക ബൈ എന്ന് പറഞ്ഞേ. ബൈ ബൈ പറ, വായുണ്ട് പറ. ബൈ ബൈ.